ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് കാപ്പിയുടെ ഭക്ഷ്യ ഉപയോഗവും ചികിത്സാ പ്രാധാന്യവുമാണ്. മനുഷ്യജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഇതിന്റെ ഉപയോഗ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവേഷണ കണ്ടെത്തലുകളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാപ്പി ഇപ്പോൾ ഒരു ആഗോള ഉൽപ്പന്നമാണെങ്കിലും വളരെ പ്രാചീന കാലത്തു തന്നെ ചെങ്കടലിന് ചുറ്റുമുള്ള ഭക്ഷണ പാരമ്പര്യവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നീണ്ട ചരിത്രം തന്നെ ഇതിനുണ്ട്. ആധുനിക പാനീയമായ കാപ്പി കുടിക്കുന്നതിന്റെ ആദ്യകാല വിശ്വസനീയ തെളിവുകൾ 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തെക്കൻ അറേബ്യയിലെ ആധുനിക യമൻ സൂഫി ആരാധനാലയങ്ങളിലാണ് കാണപ്പെട്ടത്. അതിനു മുമ്പുള്ള ചില ചരിത്രരേഖകൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വറുത്ത കാപ്പിപ്പൊടി പൊടിച്ചാണ് ഈ പാനീയം നിർമ്മിച്ചത്. കടും നിറവും കൈപ്പേറിയതും അല്പം അസിഡിറ്റി ഉള്ളതുമായ കാപ്പി മനുഷ്യരിൽ ഉത്തേജക സ്വാധീനം ചെലുത്തുന്നു. അതിന്റെ പ്രധാന കാരണം ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന രാസവസ്തുവാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ചൂടുള്ള പാനീയങ്ങൾക്ക് ലോക വിപണിയിൽ ഇത്രയേറെ വിപണനം നടക്കുന്നത്. 1819 ജർമ്മൻ രസതന്ത്രജ്ഞനായ ഫ്രീഡ്ലീഫ് ഫെർഡിനാൻഡ് റൂഞ്ച് ആദ്യമായി താരതമ്യേന ശുദ്ധമായ കഫീൻ വേർതിരിച്ചെടുത്തു. അദ്ദേഹം അതിനെ കഫേബേസ് എന്ന് വിളിച്ചു. കഫീനെ കുറിച്ചുള്ള പെല്ലറ്റിയറുടെ ലേഖനമാണ് അച്ചടിയിൽ ആദ്യമായി ഈ പദം ഉപയോഗിച്ചത്. കാഫെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കാഫീൻ എന്ന ഫ്രഞ്ച് രൂപം ഉണ്ടാകുന്നത്. 1821 റോബിക്വിറ്റ് കാപ്പിയിൽ ക്രിസ്റ്റലൈസ് ചെയ്യാവുന്ന ഈ പദാർത്ഥം കണ്ടെത്തിയത്. 1927 എം ഔഡ്രി ചായയിൽ നിന്ന് തേനെ വേർതിരിച്ചു. എന്നാൽ 1838 മൾഡറും കാൾ ജോബ്സ്റ്റും തേനയും യഥാർത്ഥത്തിൽ കഫീൽ തന്നെയാണെന്ന് തെളിയിച്ചു. 1895 ജർമ്മൻ രസതന്ത്രജ്ഞനായ ഹെർമൻ എമിൻ ഫിഷർ ഇതിന്റെ രാസഘടകങ്ങളിൽ നിന്ന് ഇത് ആദ്യമായി സംശ്ലേഷണം ചെയ്തു. 2 വർഷത്തിന് ശേഷം ഈ സംയുക്തത്തിന്റെ ഘടനാപരമായ സൂത്രവാക്യവും അദ്ദേഹം കണ്ടെത്തി. 1902 ഫിഷറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഈ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു. കാപ്പി പല വിധത്തിൽ തയ്യാറാക്കാം. വളരെ നാൾ ശീതീകരിച്ച് ടിന്നിലടച്ചു വെക്കാൻ കഴിയുന്നതും കൈപ്പേറിയ രുചി മറയ്ക്കുന്നതിനോ രുചി വർദ്ധിപ്പിക്കുന്നതിനോ പഞ്ചസാര, പാൽ, ക്രീം, നെയ്യ് എന്നിവ ചേർത്ത് രുചികരമായ പാനീയവും നിർമ്മിക്കാം. ഇത് പൊതുവായ ഉപയോഗമാണ് പറഞ്ഞതെങ്കിലും പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇത് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം തന്നെയാണ്. 15-ാം നൂറ്റാണ്ടിന് ശേഷം തീരദേശ സോമാനിയ ഇടനിലക്കാർ വഴി എത്യോപ്യൻ മലനിരകളിൽ നിന്നും യമനിൽ സംഭരിച്ച കാപ്പിക്കുരു യമനിൽ കൃഷി ചെയ്തു. 16-ാം നൂറ്റാണ്ടോടെ ഈ പാനീയം മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്കയിലും എത്തി. പിന്നീട് യൂറോപ്പിലേക്കും അവിടെ നിന്ന് ലോകമെമ്പാടും ഇത് വ്യാപിച്ചു. ലോകമെമ്പാടും കാപ്പിയുടെ വിൽപ്പന കോടിക്കണക്കിന് ഡോളറിലെത്തിയിട്ടും പല രാജ്യങ്ങളിലും കാപ്പിക്കുരു ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. കാപ്പി വ്യവസായത്തിന്റെ വിമർശകർ പാരിതസ്ഥിതിക വിഷയത്തിലൂന്നി കാപ്പി കൃഷിക്കും അതിന്റെ ജല ഉപയോഗത്തിനുമായി ഭൂമി വൃത്തിയാക്കുന്നതിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 30ഓളം സസ്യജാലങ്ങളിൽ കഫീൻ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോഫി അറബിക്ക, കോഫി കനേഫോറ എന്നീ ചെടികളുടെ വിത്തുകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷേ കൊക്കോ ചെടി, തിയോബ്രോമോ, കൊക്കോ, നാം ചായയായി ഉപയോഗിക്കുന്ന തേയില ചെടിയുടെ ഇലകൾ, കോലാപ്പരിപ്പ്, യാപ്പോൺ ഹോളി, തെക്കേ അമേരിക്കൻ ഹോളി യാർബമേറ്റ്, ആമസോണിയൻ ഹോളി ഗായുസയുടെ ഇലകൾ, ആമസോണിയൻ മേപ്പിൾ ഗ്വാറാനയുടെ ഫലങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിത്തുകൾ എന്നിവയിലൊക്കെ കഫീൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളിലെ കഫീൻ ഒരു പ്രകൃതിദത്ത കീടനാശിനിയായി പ്രവർത്തിക്കുന്നു. ഇതിനെ ചെടികളെ ഭക്ഷിക്കുന്ന പ്രാണികളെ തളർത്താനും കൊല്ലാനും കഴിയും. അതുകൊണ്ട് തന്നെ കാപ്പിയുടെ ഇലകൾ വളരുമ്പോഴും ഇതിന് മെക്കാനിക്കൽ സംരക്ഷണം ഇല്ലാത്തപ്പോഴും ഉയർന്ന കാഫീൻ അളവ് കാണുന്നു. ഇതിലെല്ലാം ഉപരി ഇതിനു ചുറ്റിലുമുള്ള മണ്ണിൽ പോലും കാഫീന്റെ അംശം ഉണ്ടാകും. അങ്ങനെ ഇത് അടുത്ത് മറ്റ് കാപ്പിത്തൈകൾ മുളയ്ക്കുന്നത് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉയർന്ന കാഫീൻ അളവുള്ള ഈ തൈകൾക്ക് മറ്റു സസ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയും കുറവാണ്. കീടങ്ങളിൽ നിന്നും മറ്റു സസ്യങ്ങളിൽ നിന്നുമുള്ള ഇതിന്റെ അതിജീവന ശേഷിയുടെ സവിശേഷ കഴിവുകളെക്കുറിച്ചുള്ള വിശദ പഠനങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. വീഡിയോ നീണ്ടുപോകും. അതുമല്ല, ഈ വീഡിയോയുടെ വിഷയവും അതല്ല. പക്ഷെ ഒരു കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. കേരളം, കർണാടക പോലുള്ള പല പ്രദേശങ്ങളിലും ധാരാളമായി കൃഷി ചെയ്യാൻ കഴിയുന്ന വളരെ മൂല്യവത്തായ ഒരു കാർഷിക വിളയാണ് കാപ്പി. ഭക്ഷണത്തെക്കാൾ ഉപരി ഒരു പാനീയമായി ഉപയോഗിക്കുന്നത് കൊണ്ടും
കാഫീന്റെ സാന്നിധ്യമുള്ളതിനാൽ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും, ഉദാഹരണത്തിന് ഐസ്ക്രീം, മിഠായി പോലുള്ള പല മധുര പലഹാരങ്ങളിലും മറ്റ് ആഹാര പദാർത്ഥങ്ങളിലും കഫീൻ ഗുളികകൾ, മറ്റു ഓറൽ ഉൽപ്പന്നങ്ങൾ, ഇൻഹാലേഷൻ ഉൽപ്പന്നങ്ങൾക്കൊപ്പം പൊതുവായി ചേർക്കാൻ കഴിയുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമായതുകൊണ്ടും ഇതിന്റെ ഭക്ഷ്യ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നതിലും ഏറെ പ്രാധാന്യമുള്ളത് ഇതിന്റെ വൈദ്യ ഉപയോഗമാണ്. നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വൈദ്യ ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ ഉത്ഭവിച്ച പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദത്തിൽ കാപ്പി ഈ പ്രദേശത്തെ ഒരു നാട്ടുസസ്യമല്ലാത്തതിനാൽ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആയുർവേദം പ്രാഥമികമായി ഔഷധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയുടെ നാട്ടിൻ പുറത്തുള്ള സസ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു ആയുർവേദ വീക്ഷണകോണിൽ നിന്ന് കാപ്പിയുടെ സാധ്യമായ പ്രത്യാഘാതങ്ങൾ, ഇതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ മെറ്റബോളിസീകരിക്കപ്പെടുമെന്നും ശരീരത്തിൽ അവയുടെ സ്വാധീനം എത്രമാത്രം പങ്കുവഹിക്കുമെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ആയുർവേദത്തിലെ സുപ്രധാന വിഷയമല്ലാത്തതിനാൽ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. എങ്കിലും ആയുർവേദത്തെ താരതമ്യം ചെയ്തു പറയുമ്പോൾ കാപ്പിയുടെ പ്രവർത്തനം മനുഷ്യ ശരീരത്തിൽ ഗുണദോഷ സമ്മിശ്രമാണ്. 2020 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടത്തിയ പഠനമനുസരിച്ച് മധ്യവയസ്കരായ മുതിർന്നവരിൽ കഫീൻ കഴിക്കുന്നതിന്റെ പ്രധാന ഉറവിടം കാപ്പിയാണ്. എന്നാൽ കൗമാരക്കാരിൽ ഇതിന്റെ അളവ് കൂടുതലായി ലഭിക്കുന്നത് ശീതളപാനീയത്തിലും ചായയിൽ നിന്നുമാണ്. അതോടൊപ്പം മുതിർന്നവരെ അപേക്ഷിച്ച് കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകൾ കൗമാരക്കാർ ധാരാളമായി ഉപയോഗിച്ച് കണ്ടുവരുന്നു. അകാല ശിശുക്കളിൽ ബ്രോങ്കോ പൾമോണറി ഡിസ്പ്ലാസിയ തടയുന്നതിന് കാഫീൻ ഉപയോഗിക്കുന്നു. ഇത് തെറാപ്പി സമയത്തെ അതിന്റെ ശരീരഭാരം വർദ്ധിപ്പിക്കുകയും കൂടാതെ സെറിബ്രൽ പൾസിയുടെ ആവൃത്തി കുറയ്ക്കുകയും ഭാഷയും വൈജ്ഞാനിക കാലതാമസം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് പറയുമ്പോഴും മറുവശത്ത് സൂക്ഷ്മമായ ദീർഘകാല പാർശ്വഫലങ്ങളും ഉണ്ടെന്ന് ഓർക്കുക. പ്രിമെച്യൂരിറ്റിയിലെ അപ്നിയയ്ക്കുള്ള പ്രാഥമിക ചികിത്സയ്ക്കായും കഫീൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് ആ ചികിത്സയ്ക്കുള്ള ഒരു പ്രതിരോധ മരുന്നല്ല എന്നുകൂടി ഓർക്കുക. ഓർത്തോമാറ്റിക് ഹൈപ്പർ ടെൻഷൻ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കാം. ചില ആളുകൾ അവരുടെ ആസ്മ ചികിത്സയ്ക്ക് കാപ്പിയോ ചായയോ പോലുള്ള കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഇനിയും ആവശ്യമാണ്. കുറഞ്ഞ അളവിൽ ആസ്മയുള്ളവരിൽ കഫീൻ ശ്വാസനാളത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. 4 മണിക്കൂർ വരെ നിർബന്ധിത എക്സ്പിറേറ്ററി വോളിയം 5% മുതൽ 18% വരെ വർദ്ധിപ്പിക്കുന്നു. സാധാരണയായി പനി വരുമ്പോഴൊക്കെ നിർദ്ദേശിക്കപ്പെടുന്ന പാരസെറ്റമോൾ അല്ലെങ്കിൽ ഇബുപ്രൊഫൻ പോലുള്ള വേദന സംഹാരികളിൽ കഫീൻ ചേർക്കുന്നത് വേദനകളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. ഉദര ശസ്ത്രക്രിയയ്ക്കു ശേഷം കഫീൻ കഴിക്കുന്നത് സാധാരണ മലവിസർജന പ്രവർത്തനം വീണ്ടെടുക്കുന്നതിനുള്ള സമയം കുറയ്ക്കുകയും അതുമൂലം ആശുപത്രിവാസത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. കഫീൻ ഒരു കേന്ദ്ര നാഡീവ്യൂഹ ഉത്തേജകമാണ്. ഇത് ക്ഷീണം, മയക്കം എന്നിവയെ കുറയ്ക്കും. കഫീൻ സാധാരണ പഠനത്തിനും മെമ്മറിയിലും വേരിയബിൾ ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് പൊതുവെ പ്രതികരണ സമയം, ഉണർവ്, ഏകാഗ്രത, മോട്ടോർ ഏകോപനം എന്നിവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ഇഫക്റ്റുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ കഫീന്റെ അളവ് ശരീരത്തിന്റെ വലിപ്പവും ക്ഷമതയുടെ അളവും അനുസരിച്ച് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടുതൽ മനുഷ്യരിലും ഇതിന്റെ ഉപഭോഗത്തിന്റെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാണ് ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നത്. മിതമായ ഡോസിലാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ ഫലം 3-4 മണിക്കൂറിന് ശേഷം കുറയുന്നു. തന്മൂലം കഫീൻ ഉറക്ക കാലതാമസം വരുത്താനോ തടയാനോ കഴിയും. കൂടാതെ ഉറക്കം കുറവുള്ള സമയത്ത് ജോലി ഉന്മേഷത്തോടെ ചെയ്യാനും കഴിയുന്നു. എയറോബിക് വ്യായാമത്തിനു മുമ്പേ കഫീൻ കഴിക്കുന്നത് കൊഴുപ്പ് ഓക്സിഡേഷൻ വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ശാരീരിക ക്ഷമത കുറവുള്ളവരിൽ. വലിയ അളവിൽ കഫീൻ കഴിക്കുന്നത് മൂത്ര ഉൽപാദനത്തിന്റെ വർധനവിന് കാരണമാകും. ഈ വർധനവ് ഡൈയൂറിസിസ്, നാട്രിയൂറിസിസ് എന്നിവ മൂലമാണ്. പ്രോക്സിനൽ ട്യൂബുലാർ അഡിനോസിൻ റിസപ്റ്റർ ബ്ലാക്ക് ബ്ലേഡ് വഴിയാണ് ഇത് സംഭവിക്കുന്നത്. മൂത്രവിസർജനത്തിന്റെ രൂക്ഷമായ ഈ വർധനവ് നമ്മുടെ ശരീരത്തിന് നിർജ്ജലീകരണത്തിന് കാരണമാകാം. എങ്കിലും കഫീന്റെ ദീർഘകാല ഉപയോക്താക്കൾ ഇതിനോട് പൊരുത്തപ്പെട്ടു കാണുന്നു. അവരുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി കാരണം മൂത്രോൽപാദനത്തിന്റെ വർധനവ് കാണപ്പെടുന്നില്ല. മാനസിക രോഗികളിൽ ചെറിയ തോതിൽ കഫീൻ കഴിക്കുന്നത് കൊണ്ട് ഉത്കണ്ഠ, അസ്വസ്ഥത, ചിലരിൽ ഉറക്കമില്ലായ്മ, മറ്റുള്ളവരിൽ ഉറക്ക കൂടുതൽ എന്നിവയൊക്കെ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഉത്കണ്ഠ രോഗമുള്ളവരിൽ കഫീൻ പ്രതികൂല രോഗങ്ങൾ ഉണ്ടാക്കുന്നു. പാർക്കിൻസ് രോഗമുള്ളവരിൽ കഫീന്റെ ഉപയോഗം ഉത്കണ്ഠയും പരിഭ്രാന്തിയും ഉണ്ടാക്കും. ഇതിന്റെ ഉപയോഗം 300 ml കൂടുതലായാൽ ഉത്കണ്ഠ കൂടുകയും കൂടുതൽ സ്ഥിതി വഷളാവുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് കഫീൻ ഉപയോഗം നിർത്തുന്നതിലൂടെ ഉത്കണ്ഠ ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. മിതമായ അളവിൽ കഫീൻ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളും ആത്മഹത്യാ സാധ്യതയും കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.
കാപ്പിയുടെയും കഫീന്റെയും വർദ്ധിച്ച ഉപയോഗം വിഷാദ രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചില പഠനങ്ങളിൽ കഫീൻ സൗമ്യമായ ഒരു ഉന്മേഷദായകമാണെന്ന് പറയുന്നു, മറ്റു ചിലത് ഉന്മേഷദായകമല്ലെന്നും. അതൊരു പക്ഷേ ഓരോ സ്ഥലത്തെയും പ്രാദേശിക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയേണ്ട അവസ്ഥ ഞങ്ങൾക്കും വരുന്നുണ്ട്. റിസർച്ച് മോണോഗ്രാഫിൽ പ്രസിദ്ധീകരിച്ച നിഡ മയക്കുമരുന്ന് ദുരുപയോഗത്തെക്കുറിച്ചുള്ള പഠനത്തിൽ കഫീൻ ഒരു ഉത്തേജക മരുന്നായി കാണപ്പെടുന്നില്ല എന്ന് പറയുന്നു. കഫീനിൽ ആസക്തിക്ക് അടിസ്ഥാനമായ ബയോകെമിക്കലുകൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ലെന്ന് അവർ പറയുന്നു. എന്നാൽ ഇത് നമ്മുടെ റിവാർഡ് സിസ്റ്റത്തെ ബാധിക്കുമെന്ന് മറ്റു ചില ഗവേഷകർ പറയുന്നു. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ DSM-5 കഫീൻ ആസക്തിയുടെ രോഗനിർണയം ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ കൂടുതൽ പഠനത്തിനായി ഡിസോർഡറിനുള്ള മാനദണ്ഡങ്ങൾ അവർ നിർദ്ദേശിക്കുന്നു. അൽഷിമേഴ്സ് രോഗത്തിനും ഡിമെൻഷ്യയ്ക്കുമെതിരെ കഫീന്റെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രഭാവം സാധ്യമാണ്. പക്ഷേ അതിന്റെ പരീക്ഷണ തെളിവുകളുടെ അപര്യാപ്തതയുമുണ്ട്. കഫീൻ പതിവായി കഴിക്കുന്നത് ലിവർ സിറോസിസിൽ നിന്നും ആളുകളെ സംരക്ഷിക്കും. ഈ അവസ്ഥയുള്ളവർ കഫീൻ കഴിച്ചാൽ രോഗം മന്ദഗതിയിലാവും. കരൾ ഫൈബ്രോസിസിന് സാധ്യത കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മിതമായി കാപ്പി കുടിക്കുന്നവരിൽ കരൾ ക്യാൻസറിനെതിരെ ഒരു സംരക്ഷണം തന്നെ ഇതൊരുക്കുന്നു. 2017 പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത്. കഫീന്റെ ഉപയോഗം 2 തരത്തിലുള്ള പ്രമേഹത്തിന്റെ സാധ്യത കുറയ്ക്കുമെന്നും കണ്ടെത്തി. പതിവായി കഫീൻ കഴിക്കുന്നത് പാർക്കിൻസൺസ് രോഗം കുറയ്ക്കുന്നു. ഗ്ലൂക്കോമ ഉള്ളവരിൽ കഫീൻ ഇൻട്രാക്യുലർ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സാധാരണ വ്യക്തികളെ ബാധിക്കുന്നതായി കണ്ടിട്ടില്ല. കഫീനും മദ്യവും സംയുക്തമായി കഴിക്കുമ്പോൾ കഫീന്റെ ഫലങ്ങൾ മാറും. എന്നാൽ മദ്യത്തിന്റെ ഫലങ്ങൾ അതേപടി നിലനിൽക്കുന്നു. മദ്യവും കഫീനും ഒരേ സമയം കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് അമേരിക്കക്കാർക്കുള്ള ഭക്ഷണമാർഗത്തിൽ ശുപാർശ ചെയ്യുന്നു. കാരണം ലഹരി വർദ്ധിപ്പിച്ചില്ലെങ്കിലും ഇവ ഒരുമിച്ച് കഴിക്കുന്നത് മദ്യപാനത്തിന്റെ വർധനവിന് കാരണമാകും. അത് മദ്യവുമായി ബന്ധപ്പെട്ട പരുക്കുകൾ കൂടാനും കാരണമാകുന്നു. പുകവലി കഫീൻ ക്ലിയറൻസ് 56% വർദ്ധിപ്പിക്കുന്നു. സിഗരറ്റ് വലിക്കുന്നത് സൈറ്റോക്രോം P450IA2 എൻസൈമിനെ സൃഷ്ടിക്കുന്നു. ഇത് കഫീനെ നിർവീര്യമാക്കുകയും സ്ഥിരമായി പുകവലിക്കുന്നവരിൽ കഫീന്റെ ഉപയോഗം വർദ്ധിക്കാനും ഇടയാക്കും. അതുപോലെ ഗർഭനിരോധിത ഗുളികകൾക്ക് കഫീന്റെ അർദ്ധായുസ് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് കഴിക്കുന്നവർ കഫീന്റെ ഉപയോഗത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മറ്റൊന്ന്, തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന വേദന സംഹാരികളുടെ മരുന്നിലും ഇതേ പ്രവർത്തനം തന്നെ ഉണ്ടാവുന്നു. കാഫീൻ പോലുള്ള മെഥൈൽ സാന്തൈനുകൾ വൻതോതിൽ കഴിക്കുന്ന വ്യക്തികളിൽ അഡിനോസിൻ ഫാർമക്കോളിക്കൽ ഇഫക്റ്റുകൾ കുറഞ്ഞേക്കാം. ഇത് ആസ്മയുടെയോ അതുപോലുള്ള രോഗങ്ങൾക്കോ ഉപയോഗിക്കുന്ന മരുന്നായ തിയോഫിലിൻ, അമിനോഫിലിൻ എന്നിവയുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട്. കഫീൽ വെള്ളത്തിൽ ലയിക്കുന്നതും ലിപ്പിഡിൽ ലയിക്കുന്നതുമായതിനാൽ ഇത് തലച്ചോറിന്റെ ആന്തരിക ഭാഗങ്ങളിൽ നിന്ന് രക്തപ്രവാഹത്തെ വേർതിരിക്കുന്ന രക്തമസ്തിഷ്ക തടസ്സങ്ങളെ എളുപ്പത്തിൽ മറികടക്കുന്നു. കഫീൻ തന്മാത്രകൾ ഘടനാപരമായി അഡിനോസിന് സമാനമായതിനാൽ കോശങ്ങളുടെ ഉപരിതലത്തിലുള്ള അഡിനോസിൻ റിസപ്റ്ററുകളെ സജീവമാക്കാതെ ബന്ധിപ്പിക്കാനും അതുവഴി മസ്തിഷ്ക രക്തചംക്രമണത്തെ വേഗത്തിലാക്കാനും കഴിയും. എനർജി ഡ്രിങ്കുകളുടെ ഉയർന്ന കഫീൻ ഉപഭോഗത്തിലെ പരമാവധി അളവ് 1 ലിറ്റർ ടു 320 ml ആണ്. അതിൽ കൂടിയാൽ ഹൈപ്പർ ടെൻഷൻ, ഹൃദയമിടിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഹ്രസ്വകാല ഹൃദയ സംബന്ധമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അനുസരിച്ച് ഉയർന്ന അളവിൽ കഫീൻ കഴിക്കുന്നത് കഫീൻ ലഹരിയിൽ കലാശിക്കാം. തൽഫലമായി മാനിയ, വിഷാദം, ശരിയായ തീരുമാനമെടുക്കാൻ കഴിയായ്ക, വഴിതെറ്റൽ, വ്യതിചലനം, വ്യാമോഹം, ഭ്രമാത്മകത അല്ലെങ്കിൽ മനോവിഭ്രാന്തി തുടങ്ങിയ മാനസിക ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇതിന്റെ പ്രധാന കാരണം കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ അമിതമായ ഉത്തേജനമാകാം. പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ പ്രതിദിനം 400 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ കഴിക്കരുതെന്ന് ഹെൽത്ത് കാനഡ നിർദ്ദേശിക്കുന്നു. 6 മാസം പ്രായമാകുമ്പോൾ തന്നെ മുതിർന്നവരുടേതിന് സമാനമായി കഫീൻ മെറ്റബോളി സ്വീകരിക്കാൻ ശിശുക്കൾക്ക് കഴിയുമെന്നും പറയുന്നു. UK ഫുൾ സ്റ്റാൻഡേർഡ് ഏജൻസി ഗർഭിണികൾ കഫീൻ പ്രതിദിനം 200 mg താഴെ ആക്കണം എന്ന് പറയുന്നു. 2 ഇൻസ്റ്റന്റ് കോഫി അല്ലെങ്കിൽ 1.5 മുതൽ 2 കപ്പ് ഫ്രഷ് കോഫി ഇതിന് തുല്യമാണ്. കാപ്പിയിൽ ഉത്തേജകമായ ചില സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനാൽ ആദ്യം കാപ്പിയും പിന്നീട് കഫീനും പല കാലഘട്ടങ്ങളിലും പല രാജ്യങ്ങളും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ മക്കയിലെയും ഒട്ടോമൻ സാമ്രാജ്യത്തിലെയും ഇസ്ലാമിസ്റ്റുകൾ ചില വിഭാഗങ്ങൾക്ക് കാപ്പി നിയമവിരുദ്ധമാക്കി. ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ 1676 ഇത് നിരോധിക്കാൻ ശ്രമിച്ചു. പ്രഷ്യയിലെ ഫെഡറിക് 1777 ഇത് നിരോധിച്ചു. 1756-നും 1823-നും ഇടയിൽ സ്വീഡനിലും ഇത് നിരോധിച്ചിരുന്നു. 1911-ൽ ടെന്നീസിലെ ചട്ടനൂഗയിൽ വെച്ച് US ഗവൺമെന്റ് 40 ബാരലുകളും 20 കെക്ക് കൊക്കോള സിറപ്പും പിടിച്ചെടുത്തപ്പോൾ അതിന്റെ പാനീയത്തിൽ കഫീൻ അടങ്ങിയിരുന്നതിനാൽ ആരോഗ്യത്തിന് ഹാനികരം എന്ന് ആരോപിച്ചു.
ആരോഗ്യഭീതിയിൽ കഫീനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റിലെ സുപ്രീം കോടതി കൊക്കക്കോളയ്ക്ക് അനുകൂലമായി വിധിച്ചെങ്കിലും 40 ബാരൽസ് ആൻഡ് 20 കെഗ്സ് ഓഫ് കൊക്കക്കോള എന്ന പേരിൽ 1912 US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ കഫീനെ ചേർത്തുകൊണ്ടുള്ള 2 ബില്ലുകൾ അവതരിപ്പിച്ചു. ഒരു ഉൽപ്പന്നത്തിന്റെ ലേബലിൽ ലിസ്റ്റ് ചെയ്തിരിക്കേണ്ട പദങ്ങളിൽ ശീലം രൂപപ്പെടുത്തുന്ന ദുഷിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ പട്ടികയിലേക്ക് ഇത് ഉൾപ്പെടുത്തി. പിന്നീട് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കോഫി ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപ്പന്നമാവുന്ന യാഥാർത്ഥ്യത്തിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗുണവും ദോഷവും ഞങ്ങൾ പരിശോധിച്ചത്. കാപ്പിയുടെ ഗുണവും ദോഷവും വളരെ ചുരുക്കി പ്രതിപാദിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തുടനീളം ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒരു ഭക്ഷ്യ വിഭവമായതുകൊണ്ടാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണവും ദോഷവും ഞങ്ങൾക്കിവിടെ പറയേണ്ടി വന്നത്. അതിലെല്ലാം ഉപരി ഈ വീഡിയോയുടെ ഓരോ എപ്പിസോഡും സൂക്ഷ്മതയോടെ കാണുന്നവർക്ക് ഒരു കാര്യം കണ്ടെത്താൻ കഴിയും. ആഗോള വിപണിയിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നമായ കാപ്പിയുടെ ഉൽപാദന സാധ്യതയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എന്നുള്ളത്. കേരളവും അതുപോലുള്ള ഇന്ത്യയുടെ പല ഭൂപ്രദേശത്തും ഇതിന്റെ ഉൽപാദന സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് പല എപ്പിസോഡിൽ വിപുലമായി ഇത് ചെയ്യേണ്ടി വന്നതും. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.